തിരുവനന്തപുരം മണ്ണന്തലയിൽ പടക്ക നിർമ്മാണത്തിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. അപകട സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവരാണ് കസ്റ്റഡിയിലായത്. പരിക്കേറ്റവർ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധം ഉള്ളവരാണെന്ന് പോലീസ് പറയുന്നു. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചത്? ബോംബ് നിർമ്മാണമായിരുന്നോ അതോ പടക്ക നിർമ്മാണമായിരുന്നോ? അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അഖിലേഷ് കിരൺ ശരത്ത് ഒപ്പം ഒരു 17 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പുറത്തുനിന്ന് ഒരു ഗുണ്ട് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ഇത് അഴിച്ച് ഇതിലെ മാരകശേഷിയുള്ളതാക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. മറ്റു ചില സുഹൃത്തുക്കളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കിരൺ ശരത്ത് എന്നീ 2 പേരെയാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യും. ഇവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് നിലവിൽ പോലീസിന്റെ ഒരു നിഗമനം. ഈ പരിക്കേറ്റ ആളുകൾക്ക് ഗുണ്ട നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഒരാൾക്ക് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസുള്ള വ്യക്തിയാണ്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ ഏതോ തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പരിക്കേറ്റവർ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ 17-കാരന്റെ കൈപ്പത്തി പൂർണ്ണമായും 2 കൈപ്പത്തിയും പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ശരി ജയശങ്കർ, ഇപ്പോൾ അഖിൽ ഷാ കൂടി ചേരുന്നുണ്ട്. അഖിൽ ഷാ സംഭവ സ്ഥലത്ത് തന്നെയാണുള്ളത്. അഖിൽ ഷാ, അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അഖിൽ ഷാ അൻസാറാണ്. നമ്മൾ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഈ മണ്ണന്തലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. തുടർന്നോളൂ അഖിൽ ഷാ. സ്മിത, നമ്മളിപ്പോൾ ഈ സംഭവം നടന്ന മണ്ണന്തലയിലെ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയാണുള്ളത്. ഇതൊരു കുന്നാണ്. ഈ കുന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് വളരെയധികം യാത്ര ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു കുന്നിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. വളരെയധികം ആളുകൾ ഒഴിഞ്ഞൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു മണ്ണന്തലയിലെ ഈ ഒരു സ്വകാര്യ ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. പോലീസ് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ആ മരത്തിന് ചുവട്ടിലായിട്ടാണ് ഇത്തരത്തിലൊരു ഈ അമുട്ട് പൊട്ടിയുള്ള ഒരു അപകടം ഉണ്ടായത്. പോലീസ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും മറ്റ് പരിശോധനകളും ഈ ഘട്ടത്തിൽ നടത്തി വരികയാണ്. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഈ അനധികൃതമായ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരിവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഫോടക വസ്തു ഉൾപ്പെടെ ഉപയോഗിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പോലീസും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് പോലീസ് വളരെ വ്യക്തമായി തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയുന്നതുപോലെ തന്നെ ഈ 2 പേരെ പോലീസ് ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡി എടുത്ത് അവരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ് പോലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രധാന റോഡിൽ നിന്ന് വളരെയധികം യാത്ര ചെയ്താൽ ഒരു വലിയൊരു കുന്നാണിത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊന്നും അധികം ഇങ്ങോട്ടേക്ക് എത്താത്തൊരു സ്ഥലം കൂടിയാണ്, ഒരു സ്വകാര്യ ഏരിയ കൂടിയാണ്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തമായൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടത്തി വരികയാണ്. പിടികൂടിയവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. 2 പേർ കസ്റ്റഡിയിലുണ്ട്. AV ജയശങ്കറും അഖിൽ ഷാ അൻസാറുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.